വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും തുടരുകയാണ്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ലതീഷ്, വടക്കൻ കേരളത്തിലാണ് ഇത്തവണ കാലവർഷം ശക്തമായിട്ടുള്ളത്. നിലവിൽ വിവിധ ജില്ലകളിൽ കൂടി നാളെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിൽ വടക്കൻ കേരളത്തിലെ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മഴക്കെടുതിയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സിജോ, ഉച്ചയ്ക്ക് വന്ന മഴ മുന്നറിയിപ്പിലും 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. ഇന്നലെ പ്രഖ്യാപിച്ച 3 ജില്ലകളിൽ തന്നെയാണ്. അതായത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കാസർഗോഡും മലപ്പുറവും ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നു. എന്നാൽ മഴയ്ക്ക് പൊതുവെ പകൽ സമയത്ത് ശക്തി കുറവാണ്. കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ 3 മണിക്കൂറായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് ഫറൂഖിനടുത്ത് മാത്തോട്ടത്താണ് ഇന്ന് രാവിലെ കാറ്റിൽ മരം പൊട്ടി വീണ് റെയിൽവേ ട്രാക്കിൽ വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. ഒരു ട്രാക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 2 മണിക്കൂർ എടുത്താണ് മരം മുറിച്ചു മാറ്റിയതും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതും. ഇന്നലെ രാത്രി ഈ പ്രദേശത്തിനോട് സമീപമുള്ള അരീക്കാട് 3 മരങ്ങൾ പൊട്ടി വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. 3 മണിക്കൂർ എടുത്ത് 10 മണിയോടുകൂടിയാണ് ഒരു ട്രാക്കിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പുലർച്ചെ 5:30 വരെ ജോലി ചെയ്താണ് രണ്ടാമത്തെ ട്രാക്കിലെ വൈദ്യുത ലൈൻ ഉൾപ്പെടെ പൊട്ടി വീണതിനാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം താറുമാറായ നിലയിലാണുള്ളത്. സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല. പല ട്രെയിനുകളും ഇപ്പോഴും വൈകി ഓടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മഴയെ തുടർന്ന് 3 ക്യാമ്പുകൾ 2 ദിവസം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ 3 ക്യാമ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. പഴശ്ശി ഡാമിൻ്റെ 14 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വയനാട്ടിലും ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുന്നുണ്ട്. 15 ക്യാമ്പുകളിലായി 500-നടുത്ത് 496 പേരെയാണ് ക്യാമ്പുകളിലേക്ക് സുരക്ഷിത സ്ഥാനം എന്നുള്ള നിലയിൽ മാറ്റി പാർപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ട്. മലപ്പുറം അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലും ഒറ്റപ്പെട്ട കനത്ത മഴയാണ് ലഭിക്കുന്നത്. പൊതുവെ അലർട്ടിൽ റെഡും ഓറഞ്ചും ഒക്കെ ആണെങ്കിലും പകൽ സമയങ്ങളിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ടായ സാഹചര്യമാണ് ഇതുവരെയുള്ള സമയത്തുള്ളത്. സിജു.